Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഡേറ്റ്സ് പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ഡേറ്റ്സ് കേക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം ഒരു പാനിലേക്ക് 250 ഗ്രാം ഡേറ്റ്സ് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളവും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 ടീസ്പൂൺ ഉപ്പും 1 പീസ് പട്ടയും 4 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെക്കാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണിയാനായിട്ട് മാറ്റി വെക്കാം. ഇതിന് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്കിതിന് മുകളിൽ ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 2 കപ്പ് മൈദയും 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നമുക്കിതൊന്ന് അരിച്ചു കൊടുക്കാം. ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വിസ്ക് മാറ്റി സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ചൂടാക്കിയ ഒരു പാനിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ബബിൾസ് എല്ലാം പോകാൻ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതൊരു കൂളിംഗ് ട്രേയിലേക്ക് മാറ്റാം. കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്രീം തയ്യാറാക്കണം. അതിനു വേണ്ടി ഒരു ജാർ എടുത്ത് അതിലേക്ക് 100 ഗ്രാം പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കുക്ക്ഡ് കണ്ടൻസ്ഡ് മിൽക്കും 1/4 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പനീറിൻ്റെ മിക്സ് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ ജലാറ്റിന് മെൽറ്റ് ചെയ്തതാണ്. അത് ഇതിലേക്ക്
ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡേറ്റ്സ് കേക്ക് കട്ട് ചെയ്തെടുക്കാം. കാരമൽ സോസും സ്ലൈസ്ഡ് കേക്കും ക്രീമും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരമൽ സോസിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലെ നമുക്ക് പുഡിംഗ് ട്രേയിൽ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ക്രീം ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സെറ്റാവാനായിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി ചോപ്പ് ചെയ്ത് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. അഞ്ച് ടേബിൾ സ്പൂൺ ഓട്സും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ബൗളിലേക്ക് 5-6 ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. ഇനി ക്രഷ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റ് നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പുഡിംഗ് നന്നായി തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കാഷ്യൂ ബിസ്ക്കറ്റിൻ്റെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചോക്കോ ചിപ്സും ആൽമണ്ടും കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.